ഹലോ, അങ്ങനെ 2 മാസത്തെ വെക്കേഷന് ശേഷം ഞാൻ തിരിച്ചെൻ്റെ ഹോസ്റ്റലിൽ പോവാം. എന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി. ട്രെയിൻ 10:30-ക്കാണ്. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ ഞാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പോയി ടിക്കറ്റ് അങ്ങ് എടുത്ത്. എൻ്റെ എന്തോ ഭാഗ്യത്തിന് ട്രെയിൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് എനിക്ക് ട്രെയിൻ മിസ്സായില്ല. പിന്നെ വേഗം അതിൽ ഓടി കയറി. ബട്ട് സീറ്റൊന്നും ഉണ്ടായില്ല. പിന്നെ ഡോറിൻ്റെ സൈഡിലൊക്കെ അങ്ങ് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ വിശന്നപ്പോൾ ഞാനൊരു കടല വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞൊരു കുപ്പി മിറിണ്ടയും വാങ്ങിച്ചു. പിന്നെ എനിക്ക് കുറച്ച് കുട്ടി പട്ടാളങ്ങളൊക്കെ കിട്ടി. ഉഫ്, ക്യൂട്ട്നെസ് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ പാട്ടൊക്കെ പാടി. പിന്നെ ഒരു 12:30 ആയപ്പോൾ ഞാൻ കോഴിക്കോട് എത്തി. പിന്നെ അവിടുന്ന് നേരെ ഒരു ഓട്ടോയും വിളിച്ച് നേരെ KSRTC സ്റ്റാൻഡിൽ പോയി. പിന്നെ സ്റ്റാൻഡിന് നേരെ ഫ്രണ്ടിലുള്ള കടയിൽ നിന്ന് ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു. പക്ഷെ ബിരിയാണി ഒരു വസ്തുവിനെ കൊള്ളില്ല. അതൊക്കെ നമ്മുടെ തൃശ്ശൂരിലെ ബിരിയാണി. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ KSRTC കയറി സുൽത്താൻ ബത്തേരി. വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ബസ് കയറിയത് ഞാൻ ഉറങ്ങി. പിന്നെ കണ്ണു തുറക്കുന്നത് ചുരത്തിലെത്തിയപ്പോഴാണ്. ചുരത്തിലാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കും ഒടുക്കത്തെ മഴയും. ഇത് പിന്നെ എനിക്ക് ബസ്സിൽ നിന്ന് കിട്ടിയ പുതിയ ഫ്രണ്ടാ ആദി. അങ്ങനെ മീനങ്ങാടി എത്തി. നല്ല മഴയും. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോക്കെ വിളിച്ച് നേരെ ഹോസ്റ്റലിൽ പോയി ഇറങ്ങി. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്നെ സർപ്രൈസ് ചെയ്യാനായി എൻ്റെ റൂമിൽ ഒളിച്ചിരിക്കുന്ന 2 വ്യക്തികളെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് സഫ, മെരി. കണ്ടില്ലേ, ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലല്ലോ. ഞാൻ സർപ്രൈസ് ആയില്ലെന്നും പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടി രണ്ടാമതായി അഭിനയിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി എൻ്റെ സഫേൻ്റെ ഉമ്മ ദുബായിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാ പിസ്ത, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു മമ്മി. കഴിഞ്ഞ് പിന്നെ നമ്മുടെ റൂമൊക്കെ അങ്ങ് സെറ്റാക്കി. ഹോസ്റ്റലിൽ വന്നാൽ പിന്നെ മന്തി അത് നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡറാക്കി സാഹസികമായ ഗേറ്റിൻ്റെ മുകളിലൂടെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ കലാപരിപാടിയിലേക്ക് കടന്നു. ബാക്ക് ടു ബിയർ ലൈഫ്. ഓ മൈ ഗോഡ്, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു ബുക്കും ഒരു പേനയും കൊണ്ട് പോരുന്ന ഞാൻ ഇപ്പോൾ എന്തെല്ലാം പണിയായത്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.